ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മലേഷ്യക്ക് പോകണമെന്ന് പറഞ്ഞു ഒറ്റക്കാലിൽ നിൽക്കുന്ന ചന്ദ്രമതി എങ്ങനെയെങ്കിലും പറഞ്ഞ് തിരിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് നമ്മുടെ ശ്രുതി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെയും പിടിച്ച് അകത്തിടുമെന്നൊക്കെ ശ്രുതി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അയ്യോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകണ്ട, നമുക്ക് മലേഷ്യ വേണ്ടെന്ന് പറഞ്ഞു ശ്രുതി ഇരിക്കാം. പോകാത്ത കാശ് എവിടെ നിന്ന് ഒപ്പിക്കാനാണെന്നൊക്കെ അന്നേരം ചന്ദ്ര ചോദിച്ചു. ശ്രുതി പെട്ടു. നമ്മൾ നിരപരാധികളല്ലേ, ആ കേസിൽ നമുക്ക് പങ്കുണ്ടെന്നൊന്നും അവർക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് മലേഷ്യക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിർബന്ധം പിടിക്കുക ചന്ദ്ര. പെട്ടല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് ശ്രുതി ഇരിക്കുമ്പം ഈ മലേഷ്യ എന്ന് പറഞ്ഞ് ശ്രുതി ഇരിക്കുന്നു. എടാ നീ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു ചന്ദ്ര. അന്നേരം അത് ആൻറ്റിക്ക് 5 ലക്ഷം രൂപ ഞാൻ അറേഞ്ച് ചെയ്ത് തരാമെന്ന് ഇങ്ങനെ പറയുക. അപ്പോഴേക്കും ആണോ? അതെ, എനിക്ക് അവിടുത്തെ ജയിലിൽ കിടക്കാനൊന്നും വയ്യ എന്ന് ശ്രുതി പറയുമ്പം അല്ല മോൾ എങ്ങനെ റെഡിയാക്കാനാണെന്ന് ചോദിച്ചു ചന്ദ്ര. അത് പിന്നെ ആൻറ്റിക്ക് അത്യാവശ്യമാണല്ലോ, അപ്പം പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ റെഡിയാക്കി നമുക്ക് എടുക്കാമെന്ന് ശ്രുതി പറയുമ്പോൾ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ചന്ദ്ര തലയാട്ടി. ദേ ഒരു 3 ലക്ഷം രൂപ ഞാൻ തന്നേക്കാമെന്ന് ശ്രുതി. പിന്നെ 2 ലക്ഷം രൂപ കാണാതായതാണല്ലോ എന്ന് പറയുമ്പം നീ 3 ലക്ഷം തന്നാൽ മതി. 2 ലക്ഷം രൂപ ആരോ എടുത്തതെന്ന് കണ്ടുപിടിക്കണമെന്ന് ചന്ദ്ര പറയുന്നു. ഞാൻ പോലീസിൽ പരാതി കൊടുക്കാൻ പറയാം, ആളെ കണ്ടെത്തിയാൽ കാശ് തിരിച്ചു കിട്ടുമല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ ആ 2 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാം എന്താണെന്നൊക്കെ ചോദിച്ചിരിക്കുന്നു. ഈ 3 ലക്ഷം രൂപ നീ റെഡിയാക്കിയതിന് ശേഷം പറയാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ദേ നീ എന്ത് പണിയാ ശ്രുതി കാണിച്ചത്? അഭിലാഷ് സാറിന് കൊടുത്തു എന്നും പറഞ്ഞ് ഞാൻ ഒഴിവായതുപോലെ നിനക്കും എങ്ങനെയെങ്കിലും ഒഴിവാകാമായിരുന്നില്ലേ എന്ന് ശ്രുതി ചോദിക്കുക ശ്രുതിയോട്. അല്ലെങ്കിൽ നമ്മളെന്തിനാ അമ്മയ്ക്ക് കാശ് കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? അല്ല കൊടുക്കാൻ നിൻ്റെ കയ്യിൽ കാശുണ്ടോ എന്ന് ശ്രുതിയോട് ചോദിക്കുമ്പം അല്ല ശ്രുതി എന്നോട് ആൻറ്റിയോട് കള്ളം പറഞ്ഞതാണെന്നൊക്കെ എനിക്കറിയാം. പിന്നെ ശ്രുതിയുടെ കയ്യിൽ കാശൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം എൻ്റെ കയ്യിൽ പിന്നെ കാശൊന്നും ഇല്ല എന്ന് ശ്രുതി. കാശില്ലെന്നോ? അവിടെ പാർട്ടി നടത്താൻ കുറേ ചിലവായില്ലേ, അത് തന്നെ കടം വാങ്ങിച്ചതാണെന്നും ഞാൻ ആ കടമൊക്കെ കൊടുത്ത് തീർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പം ഇതെന്താ എന്നോട് മുന്നേ പറയാതിരുന്നെന്ന് ചോദിച്ചു. ശ്രുതിയുടെ കയ്യിൽ കാശുണ്ടെന്ന് കരുതിയാ ഞാൻ ആൻറ്റിയോട് കാശ് തരാമെന്ന് പറഞ്ഞത്. അതപ്പം നീ എന്നോടെങ്കിലും ഒന്ന് പറയണ്ടായിരുന്നു എന്ന് ചോദിച്ചു ശ്രുതിയോട്. ദേ ഞാൻ എങ്ങനെ ആൻറ്റിക്ക് 5 ലക്ഷം രൂപ കൊടുക്കാനാണ് എൻ്റെ ശ്രുതി എന്ന് ചോദിക്കുമ്പം നീ വാക്ക് പറഞ്ഞതല്ലേ, വലിയ വായിൽ കയറി പറഞ്ഞതല്ലേ, എങ്ങനെ കൊടുക്കാമെന്ന് നീ തന്നെ ഇരുന്ന് ആലോചിക്കാൻ പറഞ്ഞു. അന്നേരത്തേക്കും ദേഷ്യം വന്നു. കാശ് എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ എന്ന് ശ്രുതി അന്നേരം പറയാം. ഞാൻ നോക്കിക്കോ, ഞാൻ എൻ്റെ താലിമാല വിറ്റ് കാശ് കൊടുത്തോളാമെന്ന് ശ്രുതി പറയണു. ശ്രുതി താലിമാല വിറ്റ് കാശ് കൊടുക്കാമെന്നോ? അതൊന്നും വേണ്ട, ഞാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ് ശ്രുതി ഇരിക്കുമ്പോൾ വേറെ വഴിയൊന്നും ഇല്ല എൻ്റെ ശ്രുതി, ആൻറ്റിയോട് കാശ് തരാമെന്ന് ഞാൻ പറഞ്ഞും പോയി, ഇനിയിപ്പോൾ കൊടുത്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കട്ടായം പറയണു. പിന്നെ കാശ് കയ്യിൽ വരുമ്പോഴേ ശ്രുതി എനിക്ക് പുതിയൊരു താലിമാല വാങ്ങിച്ച് തന്നാൽ മതിയെന്നും ശ്രുതിയോട് പറയണു. അങ്ങനെ ശ്രുതിയെയും പൊട്ടനാക്കി ശ്രുതി മുന്നേറിക്കൊണ്ടിരിക്കുക. അതിനുശേഷം പിന്നെ ഈ മാലയും കൈ പിടിച്ചുകൊണ്ട് മീരയെ കാണാനായിട്ട് ചെന്നു. അവിടെ ചെന്നിട്ട് മീരയായിട്ട് സംസാരിക്കും. ഇത് ഗോൾഡ് കവറിങ് ആണെന്ന് അറിയേയില്ല എന്ന് പറയട്ടോ. ആ സമയത്ത് അതെ താലിമാല വിറ്റ് 5 ലക്ഷം രൂപ വാങ്ങിക്കേണ്ട ആവശ്യം എന്താ നിനക്ക്? നിന്റെ ഭർത്താവ് വലിയ ബിസിനസ്സുകാരനാണെന്നല്ലേ നീ പറയുന്നത്, അവൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചാൽ പോരെ എന്ന് മീര ചോദിക്കുമ്പം ശ്രുതിയുടെ കയ്യിൽ കാശൊന്നുമില്ല, അമ്മയോട് കാശ് തരാമെന്ന് പറഞ്ഞു നീയല്ലേ, അപ്പം നീ തന്നെ 5 ലക്ഷം രൂപ കൊടുക്കുന്ന അമ്മ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ കാരണം ബൂമറാങ് കാണുന്നു പറഞ്ഞ വെറുതെയാണ്, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റുമെന്ന് മീര പറയുമ്പോൾ എടി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി വിളിച്ചു. നീ എന്നോട് ചാടിക്കടിക്കാൻ വരണ്ട കേട്ടോ, നവീൻ ദാസിനെ പൂട്ടാൻ വേണ്ടിയാ ആ വീഡിയോ എടുത്ത് നീ ആൻ്റണിക്ക് കൊടുത്തത്. വീഡിയോ റിലീസായ സച്ചിയും രേവതിയും നിന്നെ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള കാര്യം നീ പ്രതീക്ഷിച്ചു. അവർക്ക് 2 പേർക്കും ഇപ്പോൾ ഒരു പ്രശ്നമില്ല, നിനക്കാണെങ്കിലോ പ്രശ്നത്തോട് പ്രശ്നം, അങ്ങനെയല്ലേ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുക. വീഡിയോ റിലീസായതോടെ വീട്ടിലാകെ വിഷയമായി. നിന്റെ ആൻറ്റിയെ ഭാമാൻറ്റിയുടെ വീട്ടിലേക്ക് പിണങ്ങി പോവുകയും ചെയ്തു. അവിടെ വെച്ച് പരാതി പിൻവലിക്കാൻ 2 ലക്ഷം രൂപ വാങ്ങി. ആ 2 ലക്ഷം രൂപ നീ അടിച്ചു മാറ്റി. ഇപ്പതേ ആ 2 ലക്ഷവും ചേർത്ത് 5 ലക്ഷം രൂപ നീ സച്ചിക്കും രേവതിക്കും കൊടുക്കേണ്ടതായിട്ട് വന്നു. നീ കൊടുത്തടി ചുറ്റി വളഞ്ഞു വന്ന് നിനക്ക് തന്നെ കിട്ടിയില്ലേന്ന് ചോദിച്ചു. മീര ചുമ്മാ അതും പറഞ്ഞാൽ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി മീരയോട് ചൂടാവുക കാര്യം പറഞ്ഞപ്പോൾ. ഞാനൊന്ന് വിചാരിച്ചാൽ അത് നടക്കുന്നത് വേറെ ഒന്നാ, ഞാനെന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ചു കേട്ടോ. പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നീ ഇനി എന്ത് ചെയ്യാനാ പ്ലാൻ എന്ന് മീര ശ്രുതിയോട് ചോദിക്കുക. അത് അന്നേരം അതെ മറ്റാരും അറിയാതെയല്ലേ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് നിന്ന് ആൻറ്റി ആ കാശ് വാങ്ങിച്ചത്, ആ കാശ് നഷ്ടപ്പെട്ട ആൻറ്റി ആരോടും പറയാതെ സൈലൻ്റായി നിൽക്കുമെന്നാണ് ഞാൻ കരുതിയതെന്നുള്ള കാര്യം ശ്രുതി പറയാം. പക്ഷേ അവർ വിഷയം വേറെ വഴിക്ക് തിരിച്ചു പിടിക്കുകയല്ലേ ചെയ്തത്. അവരാരാ കള്ളിയെന്ന് നിനക്കറിയോ? അവരുടെ അടുത്തേ ഞാനൊന്നുമല്ല,
അവർ എന്നേക്കാളും വലിയ ഭയങ്കരിയാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. 5 ലക്ഷം രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത്, എൻ്റെ താലിമാല പോയി. ഞാൻ വിചാരിക്കുന്നതൊന്നും നടക്കുന്നില്ലല്ലോ എൻ്റെ മീരെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പറഞ്ഞപ്പം 2 ലക്ഷം രൂപ മോഷ്ടിച്ച ആളെ കണ്ടെത്താൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്നല്ലേ നിൻ്റെ ആൻറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യും? ഈ 5 ലക്ഷം രൂപ നീ അവർക്ക് കൊടുത്താലും അവർ പരാതി എന്തായാലും കൊടുക്കും. രേവതി കാശ് മോഷ്ടിച്ചിട്ടില്ല. അവളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി സച്ചി ചിലപ്പോൾ ഭാമാൻ്റെ കൊണ്ട് പോലീസിൽ വരെ കംപ്ലൈൻറ്റ് കൊടുപ്പിച്ചേക്കും. അതിനൊന്നും ഒരു സംശയമില്ല ശ്രുതി. ഭാമാൻ്റെയുടെ വീട്ടിൽ നിന്നല്ലേ കാശ് മോഷണം പോയത്? കാശ് ചന്ദ്രാൻ്റെയുടേതാണെങ്കിലും അവർക്ക് പരാതി കൊടുക്കാവുന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക ശ്രുതി. പോലീസ് അന്വേഷണം നടത്തിയാൽ നീ പിടിക്കപ്പെടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ് കേട്ടോ. നീ അകത്താകും ശ്രുതി. നിന്റെ ജീവിതം അതോടുകൂടി തീരും. നീ കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആകും. നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടിയാലും പരാതിയൊന്നും കൊടുക്കത്തില്ലല്ലോ. അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ പോയിരിക്കാം. അപ്പോൾ ശ്രുതി അവിടെ പോയിരിക്കും. എന്ത് വഴിയാണെന്ന് മീര ചോദിച്ചു. എൻ്റെ കയ്യിലുള്ള 5 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം രൂപ ഞാൻ ഭാമാൻ്റിക്ക് കൊടുക്കും. അപ്പോൾ നീ ആ കാശ് കൊടുത്തെന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാവില്ലേ? അങ്ങനെ പറയാനും മാത്രം മണ്ടിയാണോ ഞാൻ? പിന്നെ എന്ത് പറഞ്ഞു നീ കൊടുക്കുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അതിന് വഴി കണ്ടിട്ടുണ്ടെന്ന് ശ്രുതി പറയാം. എന്നിട്ട് മീരയായിട്ട് സംസാരിച്ചിട്ട് ഞാൻ ഭാമാൻ്റിയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നിന്നൊരു പോക്ക്. അങ്ങനെ നമ്മുടെ ഭാമാൻ്റിയുടെ വീട്ടിൽ ശ്രുതി വന്നു. ശ്രുതി എന്താ വന്നേ? ഒന്നുമില്ല ആൻറ്റി, ഞാൻ ചുമ്മാ വന്നാന്ന് പറഞ്ഞു. നീ വെള്ളം കുടിക്കുന്നു പറഞ്ഞ് അടുത്തിരിക്കുന്നു. പിന്നെ നീ ഒന്ന് മസാജ് ചെയ്ത് തന്നിട്ടേ എനിക്ക് ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ആയി കേട്ടോ ശ്രുതി. അതിനുശേഷം എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ടെന്ന് പറയാം. ആണോ എന്നും പറഞ്ഞിരിക്കണു. അല്ല ഇപ്പം മോള് വന്നത് മസാജ് ചെയ്യാൻ വല്ല ആണോ? അയ്യോ അല്ല ആൻറ്റി, അതിനൊന്നും അല്ല. അത് പിന്നെ ഇപ്പോഴേ എനിക്ക് ആരെങ്കിലും ഹെഡ് മസാജ് ചെയ്ത് തരേണ്ടി വരും, അത്രയ്ക്ക് സ്ട്രെസ്സാണ് എനിക്കെന്ന് പറഞ്ഞപ്പം, അല്ല മോൾക്ക് സ്ട്രെസ്സ് വരാനും മാത്രം എന്താ ഇപ്പോൾ പ്രശ്നം ഉണ്ടായതെന്ന് ചോദിച്ചു ഭാമ. അത് പിന്നെ വീട്ടിൽ പ്രശ്നങ്ങൾ എന്നെ വല്ലാണ്ട് ബാധിക്കുക ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തട്ടിവിടുന്നു. ഇപ്പോൾ വഴക്കില്ലാത്ത ഒരു ദിവസം പോലും വീട്ടിലില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സച്ചോട് ഞാൻ സത്യം പറഞ്ഞതുകൊണ്ട് ചന്ദ്ര ആകെ ദേഷ്യത്തിലാണെന്നും വീട്ടിൽ അതൊരു വലിയ വിഷയമായി കാണുമെന്നും എനിക്കറിയാമെന്നും ഈ ഭാമ പറയുമ്പോൾ വലിയ പ്രശ്നമായി ആൻറ്റി. വക്കീലിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയതിൻ്റെ പേരിൽ എല്ലാവരും ആൻറ്റിയെ വളഞ്ഞിട്ട് ആക്രമിച്ചെന്നൊക്കെ പറയുക. സച്ചിയും രേവതിയും ചേർന്ന് 5 ലക്ഷം രൂപ വക്കീലിന് കൊടുത്തിരുന്നു. അതിൽ നിന്ന് 2 ലക്ഷം രൂപ വക്കീൽ ആൻറ്റിക്ക് കൊടുത്തതെന്നൊക്കെ പറയാം. ആണോ ഷോ എന്നും പറഞ്ഞിരിക്കുക ഭാമ. ആൻറ്റി കാരണമേ സച്ചിക്കും രേവതിക്കും 5 ലക്ഷം രൂപ നഷ്ടമായെന്നും പറഞ്ഞു. പിന്നെ ആ കാശേ ആൻറ്റി അവർക്ക് കൊടുക്കണമെന്നാ അങ്കിള് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയുമ്പം അങ്ങനെ പറഞ്ഞോ? അങ്ങനെയാണ് പറഞ്ഞത്. അത്രയും കാശിന് അവളെവിടെ പോകാനാന്ന് ചോദിച്ചപ്പം എനിക്കറിയില്ല എൻ്റെ ആൻറ്റി എന്ത് ചെയ്യുന്ന, ഈ പ്രോബ്ലം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അതിനൊരു ഐഡിയ ആയിട്ടാണ് ഞാനിപ്പോൾ ആൻറ്റിയെ കാണാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം എന്ത് ഐഡിയ ആണെന്ന് ചോദിച്ചേ. ശ്രുതിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അത് പറ. അത് പിന്നെ ആൻറ്റി ഞാനെൻ്റെ താലിമാല വിറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും ഇപ്പോൾ താലിയല്ലേ കഴുത്തി കിടക്കുന്നതെന്ന് ചോദിച്ചു. ഇത് റോൾഡ് ഗോൾഡാണ്. ഇത് എന്താ ഈ പറയണേ? അതെ കാശ് ഷെൽഫിനകത്ത് തന്നെ ഉണ്ടായിരുന്നു, ആൻറ്റി നേരാവണ്ണം നോക്കാത്തത് കൊണ്ടാണ് കാണാതിരുന്നതെന്നും പറഞ്ഞാൽ പൈസ ആൻറ്റിക്കൊന്ന് കൊടുക്കണം. ആ 2 ലക്ഷം രൂപ ഏതോ ഒരു ദ്രോഹി എടുത്തു എന്ന് ഭാമ പറയുക. രേവതി എടുത്തതെന്ന് നിൻ്റെ ആൻറ്റി പറഞ്ഞു. പക്ഷേ രേവതി ഒരിക്കലും അത് എടുക്കില്ല എന്ന് ഭാമ പറയുക. ആരോ എടുത്ത കാശ് നീ എന്തിനാ ശ്രുതി കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പം അത് പിന്നെ ആൻറ്റി വീട്ടിലെ പ്രശ്നം ആ കാശ് കാണാതായതോടെയാണ് തുടങ്ങിയത്. അപ്പം ആരാ കാശ് എടുത്തതെന്ന് നമുക്കൊന്നും അറിയത്തുമില്ലല്ലോ. പിന്നെ എന്തായാലും എടുത്ത ആളത് തിരികെ തരാനൊന്നും പോകുന്നില്ല എന്ന് ശ്രുതി ഭാമയോട് പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ ഭാമ ഇങ്ങനെ എഴുന്നേറ്റ് ശ്രുതിയെ തന്നെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിട്ട്. അതങ്ങനെ നിനക്കറിയാവുന്നുള്ള രീതിയിൽ കാശ് എടുത്തത് രേവതിയാണെന്നും പറഞ്ഞ് കേസ് കൊടുക്കുന്ന ആൻറ്റി പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയാം. പിന്നെ സച്ചിയും കേസ് കൊടുക്കാൻ പറഞ്ഞു. മൊത്തം പ്രശ്നമാണ്. കേസ് കൊടുത്ത് അപമാനിച്ച രേവതി ആത്മഹത്യ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന കാര്യമൊക്കെ ശ്രുതി ഇങ്ങനെ ഇവിടെ നിന്ന് ഭാമയോട് പറയുക. ആ പാപത്തിനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിശാല മനസ്സ്. അപ്പോൾ കാശ് തിരികെ കിട്ടിയെന്നും പറഞ്ഞാൽ ഭാമാൻ്റെ അത് തിരികെ കൊടുത്ത ആൻറ്റി രേവതിയുടെ മേലെ പഴി ചാരുന്നത് അങ്ങ് നിർത്തുമെന്ന കാര്യമൊക്കെ പറയുന്നു. പിന്നെ അങ്കിളും ആൻറ്റിയും തമ്മിലുള്ള പിണക്കവും അവസാനിക്കും. പിന്നെ വീട് പഴയതുപോലെയാകും, സന്തോഷമാകും, സമാധാനത്തോടെ അവിടെ കഴിയാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നിന്നെപ്പോലൊരു മരുമോളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണമെന്ന് ഭാമ. നല്ല മനസ്സാണ് നിൻ്റേത്. സ്വന്തം താലിമാല പോലും വിറ്റ് വീട്ടിലുള്ള മറ്റൊരു മരുമകളെ രക്ഷിക്കാൻ നോക്കുക നീ. ഇങ്ങനെ ഒരു പെണ്ണ് വേറെ കാണില്ല എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ട് നിൽക്കുക ശ്രുതിയെ.
ആൻറ്റി, എനിക്ക് സ്വർണത്തെക്കാളും വലുത് എൻ്റെ ഫാമിലിയാണ്. അവിടെ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയുന്നത് കണ്ടാൽ മതി എനിക്കെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. എന്നിട്ട് കയ്യിൽ ആ പൈസ എടുത്ത് കൊടുത്തു. അതെ, ഇത് ആൻറ്റിക്ക് കൊടുക്കണം. ഞാൻ ഇവിടുന്ന് പോയി അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആൻറ്റിയെ വിളിച്ച് പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആൻറ്റിയായിട്ടും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവൾ അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ ഭാമ ഈ പൈസയും പിടിച്ച് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ ശ്രുതി നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. ശ്രുതി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ പൈസ ശ്രുതിയെ കാണിച്ചു. ഇത്രയും പണം, ഇത്രയും കാശ് നിനക്ക് ഇവിടുന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ എൻ്റെ താലിമാല ഞാൻ വിറ്റു എന്ന് ശ്രുതി പറയാം. താലിമാല വിറ്റെന്നോ? നീ എന്താ ശ്രുതി പറയുന്നത്? അപ്പം ഞാൻ ശ്രുതിയോട് പറഞ്ഞിരുന്നല്ലേ താലിമാല വിൽക്കുമെന്ന്. ഓ എൻ്റെ പൊന്നു ശ്രുതി, അപ്പം ഈ കഴുത്ത് കിടക്കുന്നതോ? അത് അതേപോലെ ഒരു ഗോൾഡ് കവറിങ് മാല വാങ്ങിച്ചിട്ടാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ, താലിക്ക് പകരം മഞ്ഞച്ചരട് വാങ്ങിക്കേട്ടെ എല്ലാവരും ചോദിക്കത്തില്ലേ, എന്തിനാ ശ്രുതി നീ താലിമാല വിറ്റത്? അമ്മയ്ക്ക് കാശൊന്നും കൊടുക്കണ്ട, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ എന്നൊക്കെ ചോദിച്ചു ദേഷ്യപ്പെട്ടപ്പോൾ, അല്ല ശ്രുതി വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ സ്വർണ്ണത്തിൻ്റെ ഒരു താലിമാല എനിക്ക് വാങ്ങിച്ചു തരാൻ പറ്റുമല്ലോ. പറ്റും, എന്നാലും കുറച്ച് നാളത്തേക്ക് ഇത് ഇടാവുന്നേ. പിന്നെ എല്ലാത്തിനേക്കാളും വലുത് മനസ്സമാധാനമല്ലേ എന്ന് ശ്രുതിയോട് ചോദിക്കാം. ഈ വീട്ടിലെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എൻ്റെ പൊന്നു ശ്രുതി. അതാ ഞാൻ താലിമാല വിറ്റതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ് ഇറക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ശ്രുതി. ആവശ്യമൊക്കെ ഉണ്ട് ശ്രുതി. ദേ നോക്ക്, ശ്രുതി ഇത് കൊണ്ടുവന്ന് ആൻറ്റിക്ക് കൊടുക്കാൻ പറഞ്ഞ് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഈ പൈസയെ കൈ പിടിച്ചിട്ട് ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാം. ഐഡിയ. അത് പിന്നെ ശ്രുതി എന്തായാലും നമ്മൾ താലിമാല വിറ്റു. അപ്പോൾ ഈ ക്യാഷ് നമുക്ക് നമ്മുടെ ബിസിനസ്സിലിട്ടാലോ? ഇപ്പം അമ്മയ്ക്ക് കാശ് കൊടുക്കാൻ വേണ്ടാന്ന് ശ്രുതി പറഞ്ഞപ്പോൾ പറഞ്ഞത് കേക്ക് ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഭയങ്കര ദേഷ്യം. ചെല്ല്, പോകാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ശ്രുതി പോയി. സമയത്ത് സച്ചി അവിടെ വണ്ടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രേവതി വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്നു. അച്ഛൻ അവിടെ ഇരിക്കുന്നു. അപ്പോഴേക്കും ചന്ദ്രമതി, നല്ല വരുമാനം നീയൊക്കെ ഒരു മാസം കൊണ്ട് കാർ ഓടിച്ചുണ്ടാക്കുന്നതേ എൻ്റെ ശ്രുതി ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് ശ്രുതിയെ പറ്റി ചന്ദ്ര. എൻ്റെ അമ്മേ, ഞങ്ങൾക്ക് അത്രയ്ക്കൊക്കെ മതി, കിട്ടുന്നത് കൊണ്ട് സന്തോഷത്തോടെ കഴിയുന്നവരാ ഞങ്ങളെന്ന് രേവതി പറഞ്ഞു. പിന്നെ എന്നും പറഞ്ഞിരിക്കുക കളിയാക്കി. അപ്പം അതേ മോൻ്റെ കാശുണ്ടെങ്കിൽ ഒരു 5 ലക്ഷം രൂപ വാങ്ങി നീ ഇവർക്ക് കൊടുക്ക അന്നേരം രവിയേട്ടൻ പറഞ്ഞു. അപ്പം ഇങ്ങനെ നോക്കുക നമ്മുടെ സച്ചി, അവന് നല്ല വരുമാനം ഉണ്ടെന്നല്ലേ പറഞ്ഞേ. വരുമാനം ഉണ്ടെങ്കിൽ അച്ഛന് കൊടുക്കാനുള്ള കാശ് കൊടുക്കാൻ പറയാനും സച്ചി വൈകുന്നേരം അവിടെ നിന്ന് പറയാം. അല്ല അച്ഛാ, അത് ഞാൻ മാസം 50,000 രൂപ വെച്ച് തരുന്നുണ്ടല്ലോ, എപ്പോൾ ആര് കൊടുത്തു എന്നും ചോദിച്ചു ശ്രുതി വന്ന് ചോദിച്ചപ്പോൾ സച്ചി തിരിച്ചു ചോദിച്ചു. അത് പിന്നെ ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ് നിൽക്കുക. ഇത് പറയാന്നുണ്ട് കാലം കുറേ അല്ല, കൊടുത്തില്ലല്ലോ ഇതുവരെ, അപ്പോൾ അതൊക്കെ കൊടുത്തോളും ശ്രുതി, ആ കാശങ്ങ് കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവർക്കാർക്കും ഒന്നും മനസ്സിലായില്ല, എല്ലാവരും നോക്കുക. അപ്പോൾ എന്നിട്ട് പൈസ എടുത്തപ്പോൾ അച്ഛാ ഇത് 3 ലക്ഷം രൂപയുണ്ട്, അമ്മ ഇവർക്ക് കൊടുക്കാനുള്ള കാശെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നും പറഞ്ഞുകൊണ്ട് വായും പൊളിച്ച് ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുവാണ്. മരുമകൾ താലിമാല വിറ്റ കാര്യം അറിഞ്ഞില്ല. മരുമകളാണ് എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ തലയൊക്കെ എടുത്ത് പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുക ഇവരുടെ മുന്നിൽ. എവിടെ നിന്നാടാ പെട്ടെന്ന് ഇത്രയും കാശ് കിട്ടിയതെന്നൊക്കെ ചോദിക്കുമ്പം അതൊക്കെ കിട്ടിയ ആൻറ്റി എന്ന് ശ്രുതി പറയാട്ടോ. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷം. എൻ്റെ പൊന്നു ദൈവമേ, എൻ്റെ പൊന്നുമോനെ എന്നൊക്കെ പറഞ്ഞു ചെല്ലുക ചന്ദ്ര. ഈ കാശിന് വേണ്ടിയാണല്ലോ എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ച ഈ കാശ് അവരെ കൊടുക്കാനും മോനെ. എടാ ഈ 5 ലക്ഷം രൂപയാണല്ലോ അവർക്ക് കൊടുക്കാനുള്ളത്, ഇതെത്രയോ ഉള്ളത്? അല്ല ഇത് 3 ലക്ഷം. അതെങ്ങനെയാണോ ശരിയാകുന്നതെന്ന് അച്ഛൻ അന്നേരം ശ്രുതിയോട് ചോദിച്ചു. തൽക്കാലം ഇതങ്ങ് വാങ്ങിക്കുക, 2 ലക്ഷം രൂപ അവർ തന്നെ തരും എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ പറഞ്ഞപ്പം അത് തന്നെ തൽക്കാലം ഇത് വാങ്ങിക്കാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നു. സച്ചി അത് വാങ്ങിക്കുന്നു. അച്ഛൻ ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക. അപ്പോൾ അതേ ഈ കാശ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്നും ആ പൈസയെപ്പറ്റി ആരും ഇനി ഇവിടെ മിണ്ടി പോയേക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര എന്നിട്ട് അതിന് അടിവരയിട്ട് കാര്യം അവസാനിപ്പിക്കാൻ നോക്കുക. നിന്ന നിപ്പിലിതേ ഭാമയുടെ കോള് വരുന്നു ചന്ദ്രയുടെ ഫോണിലേക്ക്. കിട്ടിയെന്നോ? അപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. എന്താ സംഭവം എന്ന് ഇവർക്ക് ആർക്കും മനസ്സിലായതുമില്ല. സത്യമാണോ നീ പറയുന്നേ? എൻ്റെ ദൈവമേ, നിൻ്റെ ഒരു കാര്യം, എൻ്റെ പൊന്നു ഭാമേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഇവരുടെ ഒരു കാര്യം എന്ന് ശ്രുതി ഒന്നും അറിയത്തില്ല. എന്നിട്ട് പറയും ഇവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ ശ്രുതി അവിടെ നിൽക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നോ? എൻ്റെ ദൈവമേ, ശരി ഭാമേ, ഓക്കെ ഞാൻ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്തു. അപ്പോഴത്തേക്കും ഭാമ എന്താ പറഞ്ഞേ ചോദിച്ചു. രവിയേട്ടൻ ചെന്നു. കാണാതായെന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയുണ്ടല്ലോ, അത് കിട്ടി. എൻ്റെ പൊന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ നിൽക്കുക. അതായത് രവിയേട്ടൻ. അപ്പോഴേക്കും രേവതിയും സച്ചിയൊക്കെ അന്തം വിട്ട് നിൽക്കുന്നു. ആ സമയത്ത് വർഷയും ശ്രീകാന്തും വന്നു. രേവതി ചേച്ചി മോഷ്ടിച്ചു എന്ന് ആൻറ്റി പറഞ്ഞ ആ 2 ലക്ഷം രൂപയാണോ കിട്ടിയതെന്ന് ചോദിച്ചു. അത് ഇവള് മോഷ്ടിച്ചെന്ന് ഞാനല്ലല്ലോ പറഞ്ഞത്, ഭാമയല്ലേ പറഞ്ഞതെന്ന് ചന്ദ്ര ചോദിക്കുമ്പം നിങ്ങൾ എന്തിനാ അത് ഭാമാൻ്റെയുടെ തലയെ കൊണ്ടിടുന്നത്? അവരങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സച്ചി പറഞ്ഞു. നിങ്ങൾ തന്നെ അത് പറഞ്ഞതെന്നും പറഞ്ഞു. അല്ല ഈ കാണാണ്ട് പോയ പൈസ ഇപ്പം എങ്ങനെയാണ് കിട്ടിയതെന്ന് രവിയേട്ടൻ ചോദിക്കുമ്പം അത് പിന്നെ
അവൾ വെച്ച ഷെൽഫിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് ചന്ദ്ര പറയാട്ടോ. അപ്പം രേവതിയെ ഇങ്ങനെ സച്ചി നോക്കുക. കളി എന്തെല്ലാം കളികൾ ഇറക്കുന്നുണ്ടെന്ന് ചോദിച്ചു. ഒന്നും പറയാനില്ല. ശ്രുതി ഇതെല്ലാം നിന്ന് കെട്ടിച്ചിരിക്കാം. സാരിയൊക്കെ മടക്കി വെച്ചതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറയുന്നു. പിന്നെ അവൾ നേരാവണ്ണം നോക്കിയില്ലായിരുന്നെന്നാ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ ചമ്മലോട് നിന്ന് സംസാരിക്കുമ്പം അപ്പം കാശ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടാണിതേ ഇവള് മോഷ്ടിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പം രവിയേട്ടാ ഇവനോട് ആ 2 ലക്ഷം രൂപ ഭാമയുടെ വീട്ടിൽ പോയി വാങ്ങിക്കാൻ പറ, അതോടെ എൻ്റെ കണക്ക് തീരുമല്ലോ എന്ന് ചന്ദ്ര പറഞ്ഞപ്പോഴത്തേക്കും സച്ചിയും രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അന്തം വിട്ട് സുധി നിൽക്കുക. ഉണ്ടായിരുന്ന കാശും പോയേ എന്നുള്ള രീതിയിൽ. അപ്പം കാശൊക്കെ ഞങ്ങൾ വാങ്ങിച്ചോളാം, കാശ് കാണുന്നില്ല, അത് രേവതിയെ എടുത്തതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. നിങ്ങളവളെ കള്ളിയാക്കുകയും ചെയ്തിരുന്നു, മറന്നുപോയോ എന്ന് സച്ചി അമ്മയോട് ചോദിക്കുക. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങൾ അവളെ അപമാനിക്കുകയും ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കാശും തിരിച്ചു കിട്ടി. പക്ഷേ ഇവൾ അനുഭവിച്ച മാനസിക വിഷമം അത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നും സച്ചി ചന്ദ്രയോട് ചോദിക്കുമ്പോൾ ചന്ദ്ര ഇങ്ങനെ ചമ്മലോടുകൂടി ഭർത്താവിനെ നോക്കുക കേട്ടോ. അപ്പോഴേക്കും ശ്രുതി അന്തം വിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. ഇനിയും ഇത് ഏത് വഴിക്ക് പോവുക എന്നുള്ളൊരിതില്ല. അപ്പോഴത്തേക്കും ശ്രുതിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ശ്രുതി ഇങ്ങനെ അവിടെ ഇരിക്കുക. അപ്പോൾ ഏട്ടത്തി കാശ് എടുക്കില്ല എന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞതാ. പക്ഷെ അമ്മ അത് കേട്ടിരുന്നില്ല. ഏട്ടത്തിയെ മാത്രമല്ല ഏട്ടത്തിയുടെ കുടുംബത്തെ വരെ അമ്മ മോശമായി പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ കേട്ടപ്പോൾ എന്നും പറഞ്ഞിരിക്കുന്നു ശ്രുതി. ഈ പറഞ്ഞതൊക്കെ ആൻറ്റിക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് വർഷ ചോദിക്കുമ്പോഴേക്കും നീ എന്നെ കുറ്റപ്പെടുത്താൻ നോക്കുകയാണോ ഇതെന്ന് ചോദിച്ചുകൊണ്ട് വർഷയുടെ അടുത്ത് ചെന്നപ്പം ചന്ദ്ര ഇപ്പം നീ രേവതിയുടെ മുന്നിൽ ഒരു കുറ്റവാളി തന്നെയാണ്. കുറ്റവാളിയോ? ഞാനത് ആരെങ്കിലും കൂടെ ഒന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇരിക്കുമ്പം നിരപരാധിയായ ഒരാളുടെ പേരിൽ തെറ്റ് ആരോപിക്കുന്നത് അയാളെ കൊല്ലുന്നതിന് തുല്യമാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചു സച്ചി. രേവതി മോരുടെ മനസ്സ് വേദനിപ്പിച്ചതിന് നീ സമാധാനം പറഞ്ഞേ പറ്റൂ. ഞാനെന്തിനു സമാധാനം പറയണം? നിങ്ങൾ അവരുടെ ഭാഗം ചേർത്ത് ഇങ്ങനെ ചുമോരെന്ന് പറയല്ലേ. ഞാൻ ആരുടെയും ഭാഗം ചേർന്ന് പറയുന്നതല്ല, ന്യായം തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ ന്യായം പിന്നീട് ആർക്കും കേൾക്കണ്ടല്ലോ. ഞാനൊന്നും പറയുന്നുമില്ലെന്ന് പറയുമ്പം ശ്രുതി മോളെ ഞാൻ പറയുന്നതുകൊണ്ട് നിനക്കൊന്നും തോന്നരുത്. അതെ ചന്ദ്രേ, ഈ രേവതി അവിടെ വന്നു പോയതിന് ശേഷമാണ് കാശ് കാണാതെ പോയതെന്ന് നീ പറഞ്ഞല്ലോ. പറഞ്ഞു. അതെ. അപ്പോൾ ഈ ശ്രുതി അവിടെ എത്ര പ്രാവശ്യം നിനക്ക് ഭക്ഷണം തരാൻ വേണ്ടി വന്നിട്ടുണ്ട്. നീ എന്തുകൊണ്ട് കാശ് കാണാതെ പോയപ്പോൾ നീ അവളുടെ പേര് സംശയിച്ചില്ല? എന്തുകൊണ്ട് നീ കാശെടുത്തത് ഇവളാണെന്ന് നീ പറഞ്ഞില്ല എന്ന് രവിയേട്ടൻ ചന്ദ്രയോട് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി അന്തം വിട്ടു. ചന്ദ്ര അതിനേക്കാൾ ഒച്ചത്തിൽ അന്തം വിട്ടു. 2 പേരും കൂടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.